ജീവിതത്തിൽ ചില യാത്രകൾ വെറും സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, ഓർമ്മകൾ സൃഷ്ടിക്കാൻ കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരു മനോഹരമായ ഒരു യാത്രയായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഉല്ലാസ് ബ്രോയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ചേർന്ന് പോയ കൊടൈക്കനാൽ ട്രിപ്പ്. 3 ദിവസവും 2 രാത്രി പ്രകൃതിയോടൊപ്പം ചിലവഴിച്ച ആ വിലപ്പെട്ട നിമിഷങ്ങൾ. കൊടൈക്കനാലിൽ ഞങ്ങൾ താമസിച്ചത് ദ സോളോ ട്രാവലർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മനീഷിന്റെ ഹോം സ്റ്റേയിലായിരുന്നു. ഒരു വീടിന്റെ സ്നേഹവും ഒരു ഹോം സ്റ്റേയുടെ സൗകര്യവും ചേർന്ന ഒരു അനുഭവം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കൊടൈക്കനാലിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ആദ്യ സ്റ്റോപ്പ് ജെന്നീസ് ഗ്രേപ്സ് ഫാം ആയിരുന്നു. തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മുന്തിരിവള്ളികൾ നിറയെ പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു കാഴ്ചയ്ക്ക്. യാത്രാക്ഷീണം മാറ്റാൻ അവിടെ നിന്നും നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസും കുടിച്ചു. ശരിക്കും അത് മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകി. ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസിന് 50 രൂപയാണ് ഇവിടെ ചാർജ് ആവുന്നത്. യാത്ര വീണ്ടും തുടർന്നു. കൊടൈക്കനാലിലേക്ക് കയറണമെങ്കിൽ ഈ പാസ് നിർബന്ധമാണ്. ചില സമയത്ത് നമ്മൾ വെബ് പേജിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഈ പാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണമെന്നില്ല. അങ്ങനെ ആണ് വരുന്നതെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാസ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാര്യം അവരോട് പറഞ്ഞാൽ മതി. അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. അതിന് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് അത് ബുക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടൈക്കനാൽ എത്തുന്നുമ്പോൾ തന്നെ അതെടുത്ത് മാറ്റിക്കോണം. അവിടെയൊക്കെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപേക്ഷിച്ചോണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫൈൻ ഈടാക്കും. പ്ലാസ്റ്റിക് ബോട്ടിലെന്ന് ഉദ്ദേശിക്കുന്നത് ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലാണ് കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോൾ അച്ചാറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും വിലക്കും കാര്യങ്ങളൊന്നും അവിടെയില്ല. അങ്ങനെ 60 രൂപ എൻട്രി ഫീ നൽകി ഞങ്ങൾ ആദ്യം എത്തിയത് സിൽവർ കാസ്കേഡ് പാർക്കിലാണ്. കൊടൈക്കനാൽ തടാകത്തിൽ നിന്നുള്ള അധിക ജലം ഒഴുകിയാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഏകദേശം 150 അടി ഉയരത്തിൽ നിന്നുമാണ് വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. ആ പതിക്കുന്ന സമയത്ത് ഒരു വെള്ളിത്തിളക്കം ആ വെള്ളച്ചാട്ടത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിന് സിൽവർ കാസ്കേഡ് എന്ന് പേര് കിട്ടിയതെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഈ കാണുന്ന ശ്രീഹരി കോട്ടേജിലാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാറി വിൽപ്പട്ടി എന്ന ഗ്രാമത്തിലാണ് ഈ കോട്ടേജ് നിൽക്കുന്നത്. ഞാൻ മൊത്തം 4 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ പാചകം ചെയ്യാനെല്ലാം സൗകര്യമുള്ള ഹാളോട് കൂടിയ മുറികളാണ് എനിക്ക് കിട്ടിയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഫാമിലിക്ക് എന്തുകൊണ്ടും കൊടൈക്കനാലിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ശ്രീഹരി കോട്ടേജ്. എല്ലാ റൂമിലും ടിവിയും അതുപോലെ തന്നെ 24 hours ഹോട്ട് വാട്ടർ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്രയുടെ ഫസ്റ്റ് ഡേ അവസാനിച്ചു. സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പോവാല്ലേ? ഞങ്ങളതാ ഈ വണ്ടിയിലാണ് പോകുന്നത്. എന്താ പേരെന്താ? ഞാൻ മുൻപത്തെ ഊട്ടി കൊടൈക്കനാൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് വരുമ്പോൾ കോമൺ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുന്നത് നമ്മുടെ വാഹനത്തിലാണെങ്കിൽ സീസൺ ടൈമിലെല്ലാം പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുമാത്രമല്ല ഇവിടങ്ങളിലെ റോഡുകൾ പലപ്പോഴും ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ അവിടെ നിന്നാണ് ഒരു വണ്ടി പിടിച്ച് പോകുന്നതെങ്കിൽ അവർക്കറിയാം പോകേണ്ട കുറുക്കു വഴികൾ പലതും. മാത്രമല്ല നമുക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാതെ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് പിന്നെ വണ്ടിയും കൊണ്ട് ചുറ്റി നടന്ന് ഒക്കെ കുറേ ടൈം നമുക്കവിടെ വേസ്റ്റ് ആവും. ഇപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾക്ക് ആ വാൻ റെന്റ് ആയത് 6000 രൂപയാണ്. ഇനി കാറാണ് ഞങ്ങൾ എടുത്തതെങ്കിൽ 3000 തൊട്ട് 4500 വരെയാണ് റെന്റ് വരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് കോക്കേഴ്സ് വാക്കിലോട്ടാണ്. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീ. കൊടൈക്കനാലിലെ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് ഒരു മനോഹരമായ നടപ്പാതയാണ്. ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. താഴ്വരകളുടെയും മലകളുടെയും ഗംഭീരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. 1872 ലെഫ്റ്റനന്റ് കോക്കറാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. നടക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലമാണിത്.
കോക്കേഴ്സ് പാർക്കിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ് ഷോപ്പിലോട്ടാണ്. അവിടുന്ന് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ ചോക്ലേറ്റ് കിട്ടിയതിനാൽ എല്ലാവരും വേണ്ടുവോളം എടുത്ത് കഴിച്ചു. കുറച്ച് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ഇത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, പണ്ടത്തെ സൂയിസൈഡ് പോയിന്റ്. താഴ്വരയിലെ മനോഹരമായ കാഴ്ചയും നല്ല ആഴമുള്ള പ്രദേശമായതുകൊണ്ടാണ് ആ പേര് വന്നത്. പിന്നെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും സുരക്ഷാ കാരണങ്ങളാലും പേര് മാറ്റുകയായിരുന്നു. അതായത് സൂയിസൈഡ് പോയിന്റിൽ നിന്നും ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്ക്. പണ്ട് ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്കും പ്രവേശിക്കാൻ 10 രൂപ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതായത് പില്ലർ റോക്ക്, ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ്, മോയർ പോയിന്റ് ഇവയൊക്കെ കാണുന്നതിന് പ്രത്യേകം 10 രൂപ ടിക്കറ്റ് എടുത്തു വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് അടുത്ത് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് 4 സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ടിക്കറ്റ്, അതായത് ഒരാൾക്ക് 10 രൂപ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്ത്, ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സ്ഥലവും പോയി കാണാം. പ്രത്യേകം ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ വാലി വ്യൂ പോയിന്റിൽ നിന്നും നേരെ പോയത് പില്ലർ റോക്ക് കാണാൻ വേണ്ടിയാണ്. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഗുണ കേവിലോട്ട്. നല്ല തിരക്കായിരുന്നു അവിടെ. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഗുണ കേവ്. ഗുണ കേവിൽ നിന്നും നേരെ പൈൻ ഫോറസ്റ്റിലും പിന്നെ മോയർ പോയിന്റിലും പോയി നേരെ കൊടൈക്കനാൽ ലേക്കിലെത്തി. ലേക്കിലെത്തിയപ്പോൾ കുട്ടികൾക്ക് സൈക്കിൾ റൈഡ് വേണമെന്ന് പറഞ്ഞ് അവർ റൈഡിന് പോയി. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം ഇത്ര കടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ തളരില്ലായിരുന്നു. പക്ഷേ ബാക്കിൽ ലോഡ് വെച്ച് ചവിട്ടുക അല്പം അപാരം തന്നെ. ലേക്കിൽ എത്തിയതോടുകൂടി ഞങ്ങളുടെ യാത്രയുടെ ഒരു ദിവസവും കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര യാത്ര. അപ്പോൾ ഞങ്ങളങ്ങനെ ശ്രീഹരി കോട്ടേജിൽ നിന്ന് വിട പറഞ്ഞ് ഇറങ്ങിയാണ്. ഇതാ ശ്രീഹരി കോട്ടേജിന്റെ മുതലാളി അവിടെ നിൽപ്പുണ്ട്. അപ്പം എന്താ പറയാ, നമ്മൾ 2 ദിവസമായിട്ട് നമ്മളെ ബീച്ചായിട്ടും ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളെ? അടിപൊളി പ്രോപ്പർട്ടി കേട്ടാ, ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താ നല്ലൊരു സ്ഥലത്തല്ലേ, നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്താണ് നമ്മൾ പ്രോപ്പർട്ടി. ഇവിടെ എത്തിച്ചേർന്ന് ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെന്താ, എന്തായാലും അവർ നല്ല സപ്പോർട്ടീവായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മളടുത്തുണ്ടായിരുന്നു. ചില ഗസ്റ്റുകൾ അറിയാമല്ലോ പല ടൈപ്പ്. പക്ഷെ നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം നമുക്കിപ്പോൾ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ ഫുഡാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണ് ഇവിടെ എല്ലാവരും പറയുന്ന കാര്യം. അത് ഫുഡ്, നല്ല ഫുഡ് കിട്ടാൻ ഇവിടെ അതിന് വേണ്ടിയുള്ള ഹോട്ടൽസ് ഇല്ല, വളരെ കുറവാണ് ഇവിടെ ഹോട്ടലുകൾ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. പിന്നെ മനീഷ് മാത്രമല്ല, മനീഷിന്റെ വൈഫ് ഉണ്ട്, പേര് ഞാൻ പറഞ്ഞു, ആതിര. അപ്പം മനീഷിന്റെ കല്യാണമൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതില് വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ കല്യാണത്തിന് മുമ്പൊക്കെയുള്ള വീഡിയോ ഒക്കെ മനീഷ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ ആതിരക്കുട്ടി കല്യാണം കഴിഞ്ഞ് 6 മാസം വരെ ആതിരക്കുട്ടി, പിന്നെ കഴിഞ്ഞപ്പോൾ ആതിരെന്ന് മാത്രമേ പറയാറുള്ളൂ. അതെന്താണ് അങ്ങനെ? അങ്ങനെയൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ വീഡിയോസ് വളരെ കുറഞ്ഞപ്പോൾ ആ ഒരു ടച്ച് സത്യം പറഞ്ഞാൽ പോയി. ഇപ്പൊ കുറെ നാളുകൊണ്ട് മറ്റേ നമ്മൾ ട്രാവലിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ലോക്കൽ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ട്രാവലിംഗിന്റെ ടച്ച് പോയി. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യും. വർഷത്തിൽ ഒരു വട്ടെങ്കിലും ഒരു നിങ്ങൾ പുറത്തോട്ടോ അല്ല ഒരു യാത്ര ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഒരു വീഡിയോ ചെയ്യണമെന്ന് കഷ്ടപ്പാടുണ്ട്. അതെ, പിന്നെ ഇത്രയും എഡിറ്റ് ചെയ്ത് എല്ലാം പല വ്യൂസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതും ഭയങ്കര. അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ ബീച്ച് ചേട്ടന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ആശംസകളും കേട്ടോ. ഈ കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എവിടെയാണ്? നമ്മൾ പറയുമ്പോൾ കൊടൈക്കനാൽ ടൗണിലല്ല, കൊടൈക്കനാൽ ടൗണിൽ നിന്ന് വിൽപ്പട്ടി എന്ന് പറഞ്ഞ വില്ലേജിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് മൊത്തം 6 റൂംസാണ് ഉള്ളത്. ഒരു മാക്സിമം ഒരു 20-21% നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ടൗണിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് കൊടൈക്കനാൽ ലേക്കിൽ നിന്ന്. പിന്നെ എന്ന് പറയുന്നത് എന്തോ ഓഫ് സീസണിലും സീസണിലും റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും. നമ്മളെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇനിയിപ്പം ഏപ്രിൽ മെയ് സീസണാണ്.
ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ബുക്കിംഗ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റൂംസ് വേണമെങ്കിൽ ഒരു 10 ദിവസം മുമ്പെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ചേട്ടൻ ചിലപ്പം വീഡിയോ കൊടുക്കും. അപ്പോൾ മനീഷ് നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയും ഹാപ്പിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സക്സസ് ആവട്ടെ. പൂപ്പാറ ഇതൊക്കെ ഒന്ന് കാണണം. ഓക്കെ, ആതിരക്കുട്ടിയെ കണ്ടില്ല. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം. ശരി, ഓക്കെ, പറഞ്ഞേക്കെ ഫുഡ് സൂപ്പർ ആയിരുന്നു.